കൂവക്കാട് കർദിനാള് കൽദായ മെത്രാപ്പോലീത്ത. കൂവക്കാട് കർദിനാള് കൽദായ മെത്രാപ്പോലീത്ത. സീറോ മലബാർ സഭയിൽ നിന്നുള്ള ജോർജ് ജേക്കബ് കൂവക്കാട്, കൽദായരുടെ നിസിബിസിൻ്റെ സ്ഥാനിക മെത്രാപ്പോലീത്ത. പിന്നെ ഇത് നിക്ക സുനോദോസിൻ്റെ 1700 വാർഷികം. ഇവ തമ്മിലുള്ള ബന്ധം എന്ത്? സീറോ മലബാർ വിശ്വാസികൾ കൽദായരാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് സമർത്ഥിക്കുന്ന നിയമനമാണോ ഇത്? കൽദായവൽക്കരണം, കൽദായവാദികൾ എന്ന് സ്ഥിരമായി നമ്മെ ആക്ഷേപിക്കുന്ന, സീറോ മലബാർ വിശ്വാസികൾ ആക്ഷേപിക്കുന്ന വിമതരുടെ തലക്കിട്ട് ഒരു കൊട്ടു കൊട്ടിയതാണോ മാർപ്പാപ്പ? താനും കൽദായനോ എന്ന് വിമതര് മാർപ്പാപ്പയോട് ചോദിച്ചിട്ടുള്ള മറുപടിയാണോ സീറോ മലബാർ സഭയിലെ ഒരു വൈദികനെ നേരിട്ട് കർദിനാളാക്കി കൽദായരുടെ നിസിബിസിന്റെ സ്ഥാനിക മെത്രാപ്പൊലീത്തയാക്കിയത്? ചരിത്രപരവും ദൈവശാസ്ത്രപരമായി കൂവക്കാട് കർദിനാളിനെ നിസിബിസിലെ, കൽദായരുടെ നിസിബിസിലെ മെത്രാപ്പൊലീത്തയായി നിയമിച്ചതിൻ്റെ പ്രസക്തി എന്ത്? സീറോ മലബാർ സഭയിൽ നിന്നുള്ള വൈദികനായ ജോർജ് ജേക്കബ് കൂവക്കാടിനെ കൽദായരുടെ നിസിബിസ് എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തെ സ്ഥാനിക മെത്രാപ്പൊലീത്തയായി നിയമിച്ചതിൻ്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ പ്രസക്തി എന്ത്? അതാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2020 മുതൽ മാർപ്പാപ്പയുടെ രാഷ്ട്രാന്തരീയ പ്രേക്ഷിത യാത്രകൾ സംഘടിപ്പിച്ചത്, അതിൻ്റെ സംഘാടകൻ ഈ ജോർജ് ജേക്കബ് കൂവക്കാടാണ്. 51 വയസ്സുള്ള ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള വൈദികൻ. അദ്ദേഹത്തെ കർദിനാളായി നേരെ ഉയർത്തി. ഭാരത സഭാ ചരിത്രത്തിൽ സഭയുടെ ചരിത്രത്തെ തന്നെ ആദ്യമായിട്ടാണ്, എന്ന് വെച്ചാൽ ചരിത്രം സൃഷ്ടിച്ച ഒരു നിയമനമാണിത്. ഒരു വൈദികനെ നേരെ അങ്ങ് കർദിനാളാക്കുക ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലും ഇതിന് ഒരു സവിശേഷതയുണ്ട്. കാരണം മാർപ്പാപ്പയുടെ പ്രേക്ഷിത യാത്രകളുടെ സംഘാടകനായിരിക്കെ കർദിനാളാക്കപ്പെടുക, അത് ആദ്യമായിട്ടാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ. ഇതിനു മുമ്പ് മാർപ്പാപ്പയുടെ യാത്രകളുടെ സംഘാടകരെ കർദിനാൾമാരാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ ആ ഉദ്യോഗം ഒഴിഞ്ഞതിന് ശേഷമാണ്, മാർപ്പാപ്പയുടെ പ്രേക്ഷിത യാത്രകളുടെ സംഘാടകൻ എന്ന ഉദ്യോഗം ഒഴിഞ്ഞതിന് ശേഷമാണ് അവരെ കർദിനാളാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ആ ഉദ്യോഗത്തിലിരിക്കെ, മാർപ്പാപ്പയുടെ രാഷ്ട്രാന്തരീയ പ്രേക്ഷിത യാത്രകളുടെ സംഘാടകനായിരിക്കെ, വൈദികനായിരിക്കെ നേരെ അങ്ങ് കർദിനാളാക്കി. അപ്പോൾ ഇത് വളരെയധികം സവിശേഷതയുള്ള ഒരു നിയമനമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഈ വൈദികന്റെ നിയമനം, കർദിനാളായിട്ടുള്ള നിയമനം. അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്, ഈ കർദിനാളെ നിയമിച്ചിട്ട് അതിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? കൽദായരുടെ നിസിബിസിന്റെ സ്ഥാനീയ മെത്രാപ്പൊലീത്ത. കൽദായരുടെ നിസിബിസിന്റെ സ്ഥാനീയ മെത്രാപ്പൊലീത്ത, ദ ടിറ്റുലർ ആർച്ച് ബിഷപ്പ് ഓഫ് നിസിബിസ് ഓഫ് ദ കാൽഡിയൻസ് ഇൻ ടർക്കി. ടിറ്റുലർ എന്ന് പറഞ്ഞാൽ, സ്ഥാനി എന്ന് പറഞ്ഞാൽ അവിടെ ഈ ജനങ്ങളില്ല, ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്ഥാനം അങ്ങനെ നിലനിർത്തുന്നതിൽ വലിയ പ്രസക്തിയുണ്ട്. അതായത് അവിടെ കൽദായ സുറിയാനി വിശ്വാസികൾ ഈ നിസിബിസിൽ ഇല്ല. അവിടെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ വിശ്വാസികൾ, ഈ ഒരു രൂപത നിലയ്ക്കുള്ള അങ്ങനെയുള്ള ഒരു വിശ്വാസികളാണ് അവിടെ ഇല്ല. അതിന് സ്ഥാനിക മെത്രാപ്പൊലീത്ത, അതാണ് സ്ഥാനിക എന്ന് പറയണേ, മെത്രാപ്പൊലീത്തയായിട്ട് നിയമിച്ചിരിക്കുന്നു. അവിടുത്തെ ജനസംഖ്യക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. പൗരത്വ സഭയുടെ അതിപുരാതനമായ ഒരു മെത്രാപ്പൊലിത്തൻ പ്രാദേശിക സഭയാണ് നിസിബിസ്. ഇപ്പോഴത്തെ തുർക്കിയിൽ നെസ്റ്റോറിയൻ സഭയെന്നും ഇതിനെ പൗരാണികമായി വിളിക്കാറുണ്ട്. സീറോ മലബാർ സഭയിലെ ഒരു വൈദികനെ കർദിനാൾ സ്ഥാനത്തേക്ക് നേരെയും ഉയർത്തുകയും അദ്ദേഹത്തെ കൽദായരുടെ നിസിബിസിന്റെ മെത്രാപ്പൊലിത്ത നിയമിക്കുകയും ചെയ്തുകൊണ്ട് മാർപ്പാപ്പ നൽകുന്ന സന്ദേശം എന്ത്? നുസായ്ബിൻ, അങ്ങനെയാണ് തുർക്കിയിലെ ആ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അറിയപ്പെടുന്നത്, നുസായ്ബിൻ. ഗ്രീക്കിൽ അത് നിസിബിസ് എന്നായിരുന്നു, ലത്തീനിലും നിസിബിസ് എന്നാണ്. പണ്ടത്തെ അസീറിയൻ സാമ്രാജ്യകാലത്ത് പൗരാണിക അക്കാഡിയൻ ഭാഷകളിൽ കാണുന്ന നസിബീന എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ഈ നിസിബിസ്. നസിബീന എന്നാണ് പൗരാണിക അക്കാഡിയൻ ഭാഷയിൽ കാണുന്ന, അക്കാഡിയൻ ഭാഷയിൽ എഴുതപ്പെട്ട രേഖകളിലൊക്കെ കാണുന്നത്. അത് അസീറിയൻ സാമ്രാജ്യകാലത്താണ്. ഈ നഗരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം നമ്മൾ ലിഖിത രേഖകളിൽ കാണുന്നത് BC 901 നിസിബിസ് എന്നുള്ള ആ വാക്ക് തന്നെ, നസിബീന എന്ന് പറഞ്ഞല്ലോ, ആ വാക്ക് തന്നെ BC 901 ഉപയോഗിച്ചിട്ടുണ്ട്. എഴുതപ്പെട്ട രേഖയാണ് പറയണേ. ഒരു അരാമിയ രാജ്യമായിരുന്നു നസിബീന.
അതേസമയം അസീറിയൻ രാജാവായിരുന്ന അദദ് നിരാരി BC 896 ഈ നിസിബിസ് പട്ടണം പിടിച്ചെടുത്ത് തന്റെ സാമ്രാജ്യത്തോട് ചേർത്തു. പിന്നെ 536 ഈ ബാബിലോൺകാർ അസീറിയൻ സാമ്രാജ്യം കീഴടക്കി കഴിഞ്ഞപ്പോൾ നിസിബിസ് ബാബിലോൺ സാമ്രാജ്യത്തിന് കീഴിലായി. പിന്നെ പേർഷ്യക്കാര് ബാബിലോൺകാരെ കീഴ്പ്പെടുത്തി. അപ്പോൾ നിസിബിസ് പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലായി. 332 മഹാനായ അലക്സാണ്ടറിന്റെ യമന സാമ്രാജ്യം ഇതെല്ലാം ഈ പ്രദേശം കീഴടക്കിയപ്പോൾ നിസിബിസ് യമന സാമ്രാജ്യത്തിന്റെ ഭാഗമായി. പിന്നെ ആദ്യത്തെ റോമ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി മാറി. സുറിയാനിയായിരുന്നു അവിടുത്തെ ഭാഷ. ഈ നഗരത്തിന് നിയന്ത്രണം കിട്ടാനായി തുടരെ റോമക്കാരും പേർഷ്യക്കാരും പോരാടി. കാരണം വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമായിരുന്നു നിസിബിസ്. വ്യാപാര കേന്ദ്രവുമായിട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അതുകൊണ്ട് ഈ നഗരം പിടിച്ചെടുക്കുക എന്നുള്ളത് റോമായുടെയും അതുപോലെ തന്നെ പാർത്തിക്കാരുടെയും ഒക്കെ ഒരു നിരന്തര ശ്രമം നടന്ന ഒരു സംഗതിയാണ്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. നിരന്തരം പോരാട്ടങ്ങൾ. റോമാക്കാരും പേർഷ്യയുടെ സസാനിയൻ സാമ്രാജ്യം തമ്മിൽ പിന്നീട് സമാധാന കരാർ ഉണ്ടായത്. അതുണ്ടായത് ക്രിസ്തുവർഷം 298 അതുവരെ പോരാട്ടങ്ങളുടെ കഥയാണ്. 298 ഒരു സമാധാന കരാർ നിലവിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ വെടിനിർത്തൽ കരാർ എന്നൊക്കെ പറയല്ലോ, അതുപോലെ ആ സമാധാന കരാറ് 298 മുതൽ 337 വരെ തുടർന്നു. അങ്ങനെ പേർഷ്യ സാമ്രാജ്യത്തിലെ മെസപ്പൊട്ടോമിയ ജില്ലയുടെ തലസ്ഥാനമായി നിസിബിസ് ഈ സമാധാന കരാർ പ്രകാരം. 309 മുതൽ ഈ നഗരത്തിന്റെ ബിഷപ്പ് 309 മുതൽ ബിഷപ്പായിരുന്ന ആളാണ് നിസിബിസിലെ യാക്കോബ്. 300 തന്നെ മറ്റൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു, ബാബു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്നത്. 300 ക്രിസ്തുവർഷം 300 അദ്ദേഹം 309 മരിച്ചു. 309 മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്ന ആളാണ് നിസിബിസിലെ യാക്കോബ്. അദ്ദേഹം ക്രിസ്തുവർഷം 313 മുതൽ 320 വരെ 7 വർഷങ്ങൾ കൊണ്ട് നിസിബിസിൽ ആദ്യത്തെ ബദ്രാസൻ ദേവാലയം പണികഴിപ്പിച്ചു. അതൊരു വലിയൊരു കാൽവെപ്പായിരുന്നു. ഒരു എന്താ പറയുക, ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയല്ലോ, അത്ര ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു ഈ ബദ്രാസൻ ദേവാലയത്തിന്റെ നിർമ്മാണം. 325 നിക്ക സൂനദോസിൽ പങ്കെടുത്ത ആളാണ് ഈ നിസിബിസിലെ യാക്കോബ്. ആര്യൻ പാഷാണ്ഡത്തെ ചെറുക്കുന്നതിൽ ഈ നിസിബിസിലെ മെത്രാനായിരുന്ന നിസിബിസിലെ യാക്കോബിന്റെ പങ്ക് വളരെ വലുതാണ്. ഈ നിസിബിസ് പട്ടണം 3 പ്രാവശ്യം അക്കാലത്ത് തന്നെ ഉപരോധിക്കപ്പെട്ടു. 338, 346, 350. അതിനൊക്കെ ദൃക്സാക്ഷിയ ആളാണ് വിശുദ്ധ എഫ്രൈം, സിറിയക്കാരനായ വിശുദ്ധ എഫ്രൈം. കോട്ടകളെ ചുറ്റപ്പെട്ട ഈ നഗരത്തെ ആക്രമണം നിന്ന് രക്ഷിച്ചത് ഈ മെത്രാനാണ്, നിസിബിസിലെ യാക്കോബ് മെത്രാൻ. പിന്നീടും മെത്രാന്മാർ തന്നെയായിരുന്നു നഗരത്തിന് പലപ്പോഴും സുരക്ഷ ഒരുക്കിയിരുന്നത്. എന്നാൽ 639 ഉമറിന്റെ കീഴിൽ ഇസ്ലാമിന്റെ റഷീദിൻ ഖലീഫേറ്റ് ഈ നഗരം പിടിച്ചടക്കി. 639 717 അവിടെ ഒരു ഭൂമി കുലുക്കമുണ്ടായി ഈ നിസിബിസിൽ. അത് നഗരത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ നശിപ്പിച്ചു. പിന്നെ തുടർച്ചയായ യുദ്ധങ്ങൾ 927, 942, 972 ഈ നിസിബിസിന്റെ ചുറ്റുപറ്റും അത് പിടിച്ചടക്കാനൊക്കെ ആയിട്ടുള്ള യുദ്ധങ്ങൾ. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ അനുഭവിച്ച, എന്നും യുദ്ധം മൂലമുണ്ടായ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നഗരമാണ് നിസിബിസ്. 11ാം നൂറ്റാണ്ട് മുതൽ തുർക്കികളുടെ ആക്രമണം തുടങ്ങി. ക്രിസ്ത്യാനികളെ പാടെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. പിന്നെ നമുക്കറിയാം, 1ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് നിസിബിസിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 2000 മാത്രമായിരുന്നു. യഹൂദർ 600. ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്തു. എണ്ണം വല്ലാതെ ചെറുതാക്കി. യാക്കോബൈ സുറിയാനികൾ, കൽദായ കത്തോലിക്കർ, അർമേനിയക്കാർ എല്ലാവരും ആക്രമിക്കപ്പെട്ടു. അത് ഞാൻ പെട്ടെന്ന് പോയതാണ് അവർ ഈ യുദ്ധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ. പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലും പിന്നീടും ക്രൈസ്തവ സഭയുടെ കേന്ദ്രമായിരുന്നു നിസിബിസ്. കിഴക്കൻ്റെ സഭയുടെ കേന്ദ്രം എന്നാണ് നിസിബിസ് അറിയപ്പെടുന്നത്. കിഴക്കൻ്റെ സഭയുടെ ആസ്ഥാനം. ഞാൻ പറഞ്ഞല്ലോ, 300 മുതലെങ്കിലും അവിടുത്തെ മെത്രാന്മാരുണ്ടായതായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. അതിനു മുമ്പ് മെത്രാന്മാരുണ്ടായിരിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. ഈ 300 മുതൽ 309 വരെ ഉണ്ടായിരുന്ന മെത്രാൻ മരിച്ചപ്പോഴാണ് 309 ഈ നിസിബിസിലെ യാക്കോബ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതെന്നും ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം തന്നെയാണ് ഈ നിസിബിസ് കലാലയം സ്ഥാപിച്ചത്. ഈ നിസിബിസിലെ യാക്കോബാണ് നിസിബിസ് കലാലയം സ്ഥാപിക്കുന്നത്. 410 ആയപ്പോഴേക്കും
ഇതിന് കീഴിൽ 6 രൂപതകളുണ്ടായി. നിസിബിസ് എന്ന് പറഞ്ഞ അതിരൂപതയുടെ കീഴിൽ 6 രൂപതകൾ. അർസുൻ, ബലദ്, ഷിഗർ, കർദു തുടങ്ങി പല രൂപതകളുടെ മേലും അധികാരമുള്ള അതിരൂപതയായിട്ട് മാറി. 410 സൂനോദോസിലാണ് കിഴക്കന്റെ സഭയുടെ ആസ്ഥാനമായിട്ട് നിസിബിസ് സ്ഥിരീകരിക്കപ്പെടുന്നത്. പേർഷ്യക്കാരെ 363 ഈ നിസിബിസ് കൈയടക്കുകയും കലാലയത്തെ എഡേസായിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പേർഷ്യൻ കലാലയം എന്നാണ് അന്ന് അവിടെ എഡേസായിൽ അത് അറിയപ്പെട്ടിരുന്നത്. എസ്കുലി ദ് പരസായി എന്ന് എഡേസായിലെ സുറിയാനി ഭാഷയിൽ എസ്കുലി സ്കൂൾ ദ പരസായി ഓഫ് പേർഷ്യ, പേർഷ്യൻ സ്കൂൾ എന്നാണ് അവിടെ എഡേസായിൽ അറിയപ്പെട്ടത്. അവിടെ വെച്ച് എഫ്രൈമിന്റെ നേതൃത്വത്തിൽ കലാലയം സുറിയാനി സംസാരിക്കുന്ന ലോകത്തിന് വെളിയിലേക്ക് മുഴുവൻ, അത് സുറിയാനി സംസാരിക്കുന്ന ലോകത്തിലേക്ക് മുഴുവൻ അതിന്റെ സ്വാധീനമുണ്ടാക്കി കീർത്തിയാർജിച്ചു. 431 എഫെസസ് സൂനോദോസ് നെസ്റ്റോറിയം പാഷാണ്ഡത്തിന്റെ പേരിൽ പാശ്ചാത്യ സഭയും പൗരത്വ സഭയും തമ്മിൽ വേർപിരിഞ്ഞു. ഇത് എഡേസക്കൻ നിസിബിസിനും പ്രാധാന്യം കൂട്ടി എന്നുള്ളൊരു ഒരു പ്രസാദാത്മക കാര്യമുണ്ട്. പൗരത്വ സുറിയാനി ക്രിസ്ത്യാനികൾ പേർഷ്യൻ ഭരണത്തിന് കൂടെ അടുക്കാനും കാരണമായി. കാരണം പാശ്ചാത്യ സഭ തങ്ങളെ വേണ്ടത്ര വിലമതിക്കുന്നില്ല, തങ്ങൾ ദൈവശാസ്ത്രം വേണ്ടത്ര വിലമതിക്കുന്നില്ല എന്ന തോന്നലുകളുണ്ടായി. റോമ ചക്രവർത്തി സെനോ 489 എഡേസായിലെ കലാലയം അടച്ചുപൂട്ടി. അപ്പോൾ വേദശാസ്ത്രികളെല്ലാം നിസിബിസിലേക്ക് കുടിയേറി. പാശ്ചാത്യ സഭയിൽ നിന്നും വ്യത്യസ്തമായ ദൈവശാസ്ത്രം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ആത്മാവിന്റെ കിന്നരം എന്നറിയപ്പെടുന്ന നർസായിയുടെ പങ്ക് ഇക്കാര്യത്തിൽ വളരെ വലുതാണ്. അദ്ദേഹം ഈ നിസിബിസിലെ കലാലയത്തിലെ വലിയ വേദശാസ്ത്രിയായിരുന്നു. എദേസ സഭ മാർത്തോമ സ്ലീഹായാണ് തങ്ങളുടെ പിതാവായിട്ട്, ആത്മീയ പിതാവായിട്ട് വണങ്ങുന്നത്. എദേസയെ അനുഗ്രഹിക്കുന്ന നഗരമെന്നും മാർത്തോമാസ് ലീഗയുടെ പട്ടണമെന്നും അവർ വിളിക്കുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, തോമാസ് ലീഗയാണ് അവിടെ ക്രൈസ്തവ വിശ്വാസം കൊണ്ടുവന്നത് എന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നു. ഭാരതത്തിലെ സുറിയാനി കത്തോലിക്കര് തോമാസ് ലീഗ സ്ഥാപിച്ചതാണ് സുറിയാനി കത്തോലിക്ക സഭ. അപ്പോൾ പേർഷ്യയിലെ എദേസ സഭയും ഇന്ത്യയിലെ കത്തോലിക്ക സഭയും സ്ഥാപിച്ചത് ഒരേ സ്ലീഗയായതുകൊണ്ട്, ഒരേ അപ്പസ്തോലനായതുകൊണ്ട്, മാർത്തോമാസ് ലീഗ ആയതുകൊണ്ട് രണ്ട് സഭകളും തമ്മിൽ ഒരു സഹോദര ബന്ധമുണ്ടായി. അപ്പൻ ഒരാളാണ് തോമസ് ലീഗ. ആ തോമസ് ലീഗയാണ് എഡേസയിലെ സഭ സ്ഥാപിച്ചത്, എഡേസ നിസിബിസ്. അതുപോലെ തന്നെ കേരളത്തിലെ സഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഭ സ്ഥാപിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു അപ്പസ്തോലിന്റെ കീഴിലുള്ള സഹോദര സഭയായിട്ടാണ് എഡേസ നിസിബിസിലെ സഭയും ഭാരതത്തിലെ സഭയും പരസ്പരം അറിഞ്ഞിരുന്നതും അംഗീകരിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെ ഒരു പിതാവിന്റെ സന്തതി പരമ്പര ഇല്ലേ, ആ തരത്തിലാണ് എദേസ നിസിബിസ് അതുപോലെ ഭാരതത്തിലെ സുറിയാനി സഭ അറിയപ്പെട്ടിരുന്നത്. എദേസായിലെ വിശുദ്ധ എഫ്രൈമിന്റെ രചനകളിൽ ക്രിസ്തുവർഷം 306, 378 അദ്ദേഹത്തിന്റെ കാലയളവ്. എഡേസയിലെ എഫ്രൈം 306, 378. തോമസ് ലീഗയുടെ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനവും രക്തസാക്ഷ്യവും വിവരിക്കുന്നതോടൊപ്പം സ്ലീഹയുടെ തിരുശേഷിപ്പുകളെ കുറിച്ചും പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രിഗറി നസിയാൻസന്റെ 324, 390 കാലയളവിലാണ് ആര്യന്മാർക്കെതിരെയുള്ള പ്രഭാഷണ ഗ്രന്ഥത്തിലും തോമസ് ലീഗയുടെ ഭാരത ആഗമനം പരാമർശിക്കുന്നുണ്ട്. 23:11 ഈ ആര്യന്മാർക്കെതിരെയുള്ള പ്രഭാഷണ ഗ്രന്ഥം. തീവൻ പണ്ഡിതനായ ഒരു അജ്ഞാത ഗ്രന്ഥകാരന്റെ ദേ മോറിബുസ് ബ്രാഹ്മണോരും എന്ന ഗ്രീക്ക് ഗ്രന്ഥം ലത്തീനിലേക്ക് വിവർത്തനം ചെയ്ത വിശുദ്ധ അംബ്രോസ് ക്രിസ്തുവർഷം 333, 397 കാലയളവിലാണ്. പ്രസ്തുത ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ തോമസ് ലീഗ തെക്കേ ഇന്ത്യയിലെ മുസരിസ് തുറമുഖത്ത് വന്ന് സുവിശേഷം അറിയിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. പട്രോളജിയ ലത്തീന 17, 1169 വായിച്ചാൽ മനസ്സിലാകും. വിഖ്യാത പണ്ഡിതനായ വിശുദ്ധ ജെറോമിന്റെ രചനകളിൽ ആദ്യം ഉത്തരേന്ത്യയിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും തോമസിനെ നടന്ന പ്രേക്ഷിത പ്രവർത്തികളെ വിവരിക്കുന്നുണ്ട്. പട്രോളിയ ലത്തീന 22, 1073 മുതൽ 1074 വരെ അത് കാണാം. ഭൗമശാസ്ത്രജ്ഞനായിരുന്ന സെവിലിയിലെ ഇസിഡോർ AD 638 രചിച്ച ഗ്രന്ഥത്തില് ദേ ഓർത്തു എത്ത് ഒബിത്തു പാത്രം എന്നാണ് പുസ്തകത്തിന്റെ പേര്. തോമസ് ലീഗ പാർട്ടിയായാലും പേർഷ്യയിലും തുടർന്ന് ഇന്ത്യയിലും സുവിശേഷം പ്രസംഗിച്ചതായും ഇന്ത്യയിലെ കലാമിന അതായത് മദ്രാസ് നഗരത്തിൽ വെച്ച് കുന്തത്താൽ കുത്തിക്കൊല്ലപ്പെട്ടതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 83, 152 കാണാം. 638 കാര്യമാണ് ഭൗമശാസ്ത്രജ്ഞൻ എഴുതിയ കാര്യം ഞാൻ പറഞ്ഞത്. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, ഏതെല്ലാം എത്ര കാലയളവിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയണേ. എഫ്രൈം, ഗ്രിഗറി നസിയാൻസൻ, എന്നിട്ട് തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ എറണാകുളത്തെ വിമതര്.
ചുരുക്കത്തില് രണ്ട് സഭകളുടെയും, അതായത് എഡേസ നിസിബിസ് എന്ന് പറഞ്ഞ അവിടുത്തെ കൽദായ സഭയുടെയും സീറോ മലബാർ സഭയുടെയും ലിറ്റർജിക്കൽ പാരമ്പര്യവും വിശ്വാസ പൈതൃകവും ആധ്യാത്മിക പാരമ്പര്യവും ഒരേ അപ്പസ്തോലന് ലഭിച്ചതുമാണ്. അതിനാൽ രണ്ട് സഭകളും തമ്മിൽ സഹോദര ബന്ധമാണ് ഉണ്ടായിരുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യയിൽ നിന്ന് മെത്രാമാർ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതായി വ്യക്തമായ തെളിവുകളുണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കാൻ, നമുക്ക് തെളിവുകളുടെ അഭാവം ആയതുകൊണ്ട് നമ്മൾ അത് സൂചിപ്പിക്കുന്നില്ല. കുറെ കാലത്തേക്ക് പേർഷ്യൻ സഭ ഇന്ത്യയുടെ സഭയുടെ മേൽ ഭരണാധികാരം ഉള്ള സഭയായി വർത്തിച്ചിരുന്നു. എങ്കിലും 7-ാം നൂറ്റാണ്ടില് പാത്രിയാർക്ക് ഈശോയാബ് മൂന്നാമൻ 649-660 അദ്ദേഹത്തിന്റെ കാലയളവ് ഈ അധികാരം നിർത്തൽ ചെയ്തു. തൽഫലമായി ഇന്ത്യൻ സഭ പാത്രിയാർക്കസിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര മെത്രാപ്പൊളിറ്റൻ സഭയായി മാറി. 7-ാം നൂറ്റാണ്ടില് ഇന്ത്യൻ സഭ ഒരു പാത്രിയാർക്കസിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര മെത്രാപ്പൊലിത്തൻ സഭയായി മാറി. ഇന്ത്യയുടെ മുഴുവന്റെയും മെത്രാപ്പൊലിത്തയായി അധികാരമുള്ള ഒരാളെ പേർഷ്യൻ സഭയുടെ പാത്രിയാർക്കസ് പട്ടം നൽകി നിയോഗിക്കുന്ന പതിവ് അങ്ങനെയാണ് ഉടലെടുത്തത്. ഈ സ്ലൈക പിന്തുടർച്ച വേണമല്ലോ. അപ്പൊ ഇന്ത്യയുടെ മുഴുവന്റെയും മെത്രാപ്പൊലിത്തയായി അധികാരമുള്ള ഒരാളെ പേർഷ്യൻ സഭയുടെ പാത്രിയാർക്കസ് പട്ടം നൽകി നിയോഗിക്കുന്ന പതിവ് വന്നു. ഇന്ത്യ മുഴുവന്റെയും മെത്രാപ്പൊലിത്ത എന്നാണ് സീറോ മലബാർ സഭയുടെ തലവൻ അന്ന് അറിയപ്പെട്ടിരുന്നത്. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മേൽ നിയമപരമായ അധികാരം പൗരത്വ സഭയുടെ പാത്രിയാർക്കസിനായിരുന്നു, നിയമപരമായിട്ട് ലീഗല്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരത്തിൽ ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. അതിന് കാരണമുണ്ട്, ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മേൽ നിയമപരമായ ലീഗലായിട്ടുള്ള അധികാരം പൗരത്വ സഭയുടെ പാത്രിയാർക്കസിനായിരുന്നു, നിസിബിസിലെ പാത്രിയാർക്കസിനായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ സഭയുടെ ഭരണത്തിൽ അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. അതിന് കാരണമുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഇത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയാം. അതുകൊണ്ട് പേർഷ്യൻ സഭയുമായുള്ള ബന്ധം ഇന്ത്യൻ സഭയുടെ ഈ സ്വയ അധികാരത്തിന് ഒട്ടും ഹാനികരമായിരുന്നില്ല. ഇന്ത്യയിലേക്ക് വന്ന കൽദായ മെത്രാപ്പൊലിത്ത സഭയുടെ ആധ്യാത്മിക തലവൻ മാത്രമായിരുന്നു, അല്ലാതെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. എന്തുകൊണ്ട്? സഭയുടെ മേൽ എല്ലാ ഭരണാധികാരങ്ങളുമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, ആർച്ച് ഡീക്കൻ. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭയിൽ മാത്രം കാണുന്ന ഒന്നാണ് ഈ ആർച്ച് ഡീക്കൻ പദവി. ഇന്ത്യയുടെ മുഴുവൻ ആർച്ച് ഡീക്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജാതിക്ക് കർത്തവ്യൻ എന്നാണ് സഭയുടെ ആർച്ച് ഡീക്കനായ വൈദികനെ പ്രാദേശിക ഭാഷയിൽ വിളിച്ചിരുന്നത്. ജാതിക്ക് കർത്തവ്യൻ, ക്രിസ്ത്യാനി ജാതിക്ക് എന്നാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ജാതി വ്യവസ്ഥയല്ല ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന ജാതിക്ക് കർത്തവ്യൻ. ഇന്ത്യൻ സഭാചരിത്രത്തിൽ ജനായത്ത രീതിയിലുള്ള ഭരണക്രമത്തിന്റെ അടയാളമായി നിലകൊള്ളുന്ന പള്ളിയോഗങ്ങളിലൂടെ സഭയുടെ ഭരണം ആർച്ച് ഡീക്കനാണ് നിർവഹിച്ചു പോകുന്നത്. അപ്പോൾ ഈ കിഴക്കൻ്റെ പാത്രിയാർക്കസ് നിയമപരമായിട്ട് തലവനായിരുന്നെങ്കിലും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നതിന് കാരണം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭയിൽ മാത്രം കാണുന്ന ഒരു സവിശേഷ അധികാര കേന്ദ്രമുണ്ടായിരുന്നു, ആർച്ച് ഡീക്കൻ പദവി. ഒരു വൈദികനാണത്. ഇന്ത്യയുടെ മുഴുവൻ ആർച്ച് ഡീക്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജാതിക്ക് കർത്തവ്യൻ. സഭയുടെ ആർച്ച് ഡീക്കനായ ഈ ജാതിക്ക് കർത്തവ്യനാണ് പള്ളിയോഗങ്ങളിലൂടെ സഭയുടെ ഭരണങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ, കൃത്യമായി പറഞ്ഞാൽ ആർച്ച് ഡീക്കൻ മാത്യു 1706 മരിച്ചതോടെ പോർച്ചുഗീസ് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് പരമ്പരാഗതമായ സഭയുടെ ഈ നേതൃത്വം എന്നേക്കുമായി ഇല്ലാതായത്. ചുരുക്കത്തില് നമുക്ക് ഇതൊന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയാൽ, ക്രിസ്തുവർഷം 42 തോമസ് ലീഗ വടക്കേ ഇന്ത്യയിൽ വന്നു. 52 തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ വന്നു. ക്രിസ്തുവർഷം 22 മൈലാപ്പൂരിൽ വെച്ച് തോമസ് ലീഗ രക്തസാക്ഷിത്വം ഭരിച്ചു. ക്രിസ്തുവർഷം 250, 325 സമയങ്ങളിൽ, ആ കാലയളവിൽ മെത്രാന്മാര് ദാവീദും യോഹന്നാനും ഇന്ത്യയുടെ മെത്രാസനത്തിന് മെത്രാന്മാരായിട്ട് ഉണ്ടായിരുന്നു. 340, 360 കാലയളവിലാണ് താഴേക്കാട് ശാസനം. താഴേക്കാട് എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട രൂപതയിലാണ്. അവിടെ ആ താഴേക്കാട് പള്ളി, അത് ആ താഴേക്കാട് ശാസനം അനുസരിച്ച് നസ്രാണി ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക അനുവാദവും ആനുകൂല്യങ്ങളും ലഭിച്ചത്. വളരെ സങ്കടകരമായൊരു കാര്യമാണ്. തോമസ് ലീഗ കപ്പലിറങ്ങിയ സ്ഥലം മുസിരിസ്, കൊടുങ്ങല്ലൂര്, ഇരിങ്ങാലക്കുട രൂപതയിലാണ്. ഈ ക്രിസ്തുവർഷം 340, 360 കാലയളവിൽ താഴേക്കാട് ശാസനം വഴി നസ്രാണികൾക്ക് പ്രത്യേക അനുവാദം ആനുകൂല്യങ്ങളും ലഭിച്ചതും ആ താഴേക്കാടും ഇരിങ്ങാലക്കുട രൂപതയിലാണ്. പക്ഷെ അവിടെയാണ് മാർത്തോമ നസ്രാണിലെ പാരമ്പര്യങ്ങൾ ഏറ്റവും മോശമായ രീതിയിൽ പാലിക്കപ്പെടുന്ന സ്ഥലം. ഇത് അവിടുത്തെ മെത്രാന്മാരും സഭാ നേതൃത്വം, സീറോ മലബാർ സഭയുടെ നേതൃത്വമൊക്കെ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട സംഗതിയാണ്. വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട സംഗതിയാണ്.
തോമാശ്ലീഹ ആദ്യമായിട്ട് വന്ന സ്ഥലം, അതുപോലെ നസ്രാണികൾക്ക് പ്രത്യേക അനുവാദം ആനുകൂല്യം കിട്ടിയ രേഖ, അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല ആത്മായ നേതൃത്വം വളർത്തിയെടുക്കാനും അവിടുത്തെ മെത്രാനായി വരുന്നവരും പിന്നീട് സഭ നേതൃത്വമൊക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. പോട്ടെ, 345 കൊടുങ്ങല്ലൂര് ക്നായത്തോമയുടെ ആഗമനം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ക്നായത്തോമന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് ഉള്ള കുടിയേറ്റം. അതനുസരിച്ച് 345 72 കുടുംബങ്ങൾ പേർഷ്യയിലെ ക്നായി എന്ന ഗ്രാമത്തിൽ നിന്നും മലബാറിൽ വന്നു. അവർ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാളിന്റെ കൊട്ടാരത്തിന്റെ തെക്കൻ ഭാഗത്ത് താമസിച്ചുകൊണ്ടാകണം ക്നാനായ സമുദായത്തിന് തെക്കൻ ഭാഗക്കാർ എന്ന് പേരുണ്ടായി. വടക്ക് ഭാഗത്തെ താമസിച്ചിരുന്ന നാട്ടുക്രിസ്ത്യാനികൾ വടക്കൻ ഭാഗം എന്നറിയപ്പെട്ടു. അതാണ് തെക്കും ഭാഗവും വടക്കും ഭാഗവും. ഈ ചേരമാൻ പെരുമാളിന്റെ കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത് ക്നാനായക്കാർ താമസിച്ചതുകൊണ്ട് അവർ തെക്കൻ ഭാഗക്കാരായി. വടക്ക് ഭാഗത്ത് ഇവിടുത്തെ നാട്ടുക്രിസ്ത്യാനികൾ, അതായത് മാർത്തമാസ്ഥാനികളുടെ ആദ്യത്തെ ഗണം, അവർ താമസിച്ചിരുന്നത് കൊണ്ട് അവർ വടക്കൻ ഭാഗം എന്നും അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ പേർഷ്യൻ ബന്ധം ഒന്ന് സൂചിപ്പിക്കാൻ, നിസിബിസ് യഥാർത്ഥ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സീറോ മലബാർ സഭയിലെ ഒരു വൈദികനെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തുകയും അദ്ദേഹത്തെ കൽദായരുടെ നിസിബിസിന്റെ മെത്രാപ്പൊലിത്ത നിയമിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? ഇപ്പോഴും എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും സീറോ മലബാർ സഭകളെ അംഗങ്ങളെ, വിശ്വാസികളെ പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് കൽദായവാദികൾ. അതുപോലെ ഏകീകൃത കുർബാനയെ കൽദായവൽക്കരണം എന്ന് വിളിക്കും. തീർന്നില്ല, മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ പൗരത്വ സുറിയാനി ആരാധനക്രമം, ലിറ്റർജി, അതിന് തനിമയിൽ സ്വത്ത് നഷ്ടം വരാതെ വീണ്ടെടുക്കണമെന്ന് റോമയിലെ പരിചിത സിംഹാസനം ആവശ്യപ്പെടുന്നതിനാൽ മാർപ്പാപ്പയും വിമതർക്ക് കൽദായവാദിയാണ്. ഇപ്പൊ മാർപ്പാപ്പയും കൽദായവാദി എന്നാണ് അവർ പറയണേ. കൽദായ എന്ന വാക്ക് എന്നത് മോശം വാക്കാണ്. കൽദായ സഭ എന്നത് ചീത്ത വാക്കാണ്. കൽദായരുടെ നിസിബിസിനെ സ്ഥാനിക മെത്രാപ്പൊലിത്തയായി സീറോ മലബാർ സഭയിലെ കൂവക്കാടച്ചനെ നിയമിച്ചത്, അദ്ദേഹത്തെ കർദിനാൾ ഉയർത്തി നിയമിച്ചത് തീർത്തും ആലോചനയൊന്നും ഇല്ലാണ്ട് നടത്തിയതാണോ അതോ വളരെ ആലോചിച്ചുറച്ചെടുത്ത തീരുമാനമാണോ? അതുകൊണ്ട് എന്താണ് കൽദായം എന്ന് കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. ആദ്യമായി നമ്മൾ ഓർക്കേണ്ടത്, കൽദായം എന്ന വാക്ക് നമ്മുടെ ബൈബിളിലുള്ള വാക്കാണ്, വേദപുസ്തകത്തിലുള്ള വാക്കാണ്. ഉൽപ്പത്തി 11:28 പറയാണ്, ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദായരുടെ ഒരു പട്ടണമായ ഊർ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ തന്റെ അപ്പനായ തേരാഹന് മുമ്പേ മരിച്ചുപോയി. അപ്പോൾ കൽദായരുടെ പട്ടണമായ ഊർ, കൽദായരുടെ ഒരു പട്ടണമായ ഊർ. ഉൽപ്പത്തി 11:28. ഉൽപ്പത്തി 11:31 തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരയുടെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായും കുട്ടി കൽദായരുടെ പട്ടണമായ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. കൽദായരുടെ പട്ടണമായ ഊർ, അവിടെ നിന്നാണ് അബ്രഹാം വരുന്നത്. അവിടെ വെച്ചാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്. കൽദായരുടെ പട്ടണമായ ഊർ. രക്ഷാചരിത്രത്തിൽ വളരെ നിർണായകമായ സംഭവമാണല്ലോ അബ്രഹാമിന്റെ വിളി. വിശ്വാസികൾ പിതാവാകാനുള്ള യാത്രയുടെ ആദ്യ ചുവടുവെപ്പ് നടക്കുന്നത് കൽദായരുടെ ഊർ എന്ന ദേശത്ത് വെച്ചാണ്. അപ്പോൾ കൽദായ എന്ന് പറഞ്ഞാൽ ഒരു ദേശമാണ്, അബ്രഹാമിന്റെ നാട്, ജന്മനാടായ ദേശം, രക്ഷാചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ദേശം, ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്ന ദേശം. ഇസഹാക്കിന് തന്റെ ചാർച്ചക്കാരിൽ നിന്ന് ഭാര്യ തിരഞ്ഞെടുക്കാൻ അബ്രഹാം ബിർത്തിനെ അയക്കുന്നത് കൽദായ ദേശത്തേക്കാണ്. ഉൽപ്പത്തി 24:10. അപ്പോൾ വിശ്വാസികളുടെ എല്ലാം പിതാവും ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടവനുമായ അബ്രഹാം കൽദായ ദേശക്കാരനായിരുന്നു. പുതിയ നിയമത്തിൽ ആദ്യത്തെ വചനം എന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാമിന്റെ കുലത്തിൽ ജനിച്ചവനാണ് ഈശോ മിശിഹ. അപ്പോൾ കൽദായ പുത്രനാണ് ഈശോ മിശിഹ. വിമത വൈദികരെ, അൽമായ മുന്നേറ്റക്കാരെ, ഇതൊന്നും നിങ്ങൾ ഓർക്കുന്ന നല്ലതാ. ബൈബിളിൽ ആദ്യത്തെ വരി, ആദ്യത്തെ വചനം അബ്രഹാമിന്റെ പുത്രനായ ഈശോ മിശിഹ എന്നാണ്. ഈ അബ്രഹാം എന്ന് പറയുന്ന ആള് കൽദായരുടെ ഊർ എന്ന ദേശത്ത് നിന്ന് വന്നതാണ്. ഇനി കൽദായരുടെ ദേശവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രപരമായ കാര്യം കൂടിയുണ്ട്. എസെക്കിയേലിന്റെ ഗ്രന്ഥം 8-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ. അവിടെ നമ്മൾ കാണുന്നത് യഹസ്കേൽ, പെട്ടെന്ന് ചരിത്രം ഞാൻ പറഞ്ഞു പോകുകയാണ്. BC 605 ബാബിലോണിക്കാർ ജെറുസലം ആക്രമിച്ചു. പിന്നെ 597 ആക്രമിച്ചു. ആ ആക്രമണത്തിൽ അവർ കുറെ പ്രധാനപ്പെട്ട പൗരന്മാരെല്ലാം ബാബിലോണിക്ക് പിടിച്ചുകൊണ്ട് പോയി. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഈ എസെക്കിയേൽ അല്ലെങ്കിൽ യഹസ്കേൽ പ്രവാചകൻ.
പിന്നെ 587 അവർ മൂന്നാമത് ആക്രമിച്ചു ബാബിലോണിയക്കാർ. ബാബിലോണിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാഖ്, കുവൈറ്റ്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ആണുങ്ങളെയും ബാബിലോണിക്ക് പിടിച്ചുകൊണ്ട് പോയി. തീർത്തും ആരോഗ്യമല്ലാത്ത കുറച്ച് കർഷകർ മാത്രമാണ് യെറൂസലേമിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോയത്. ബാക്കി എല്ലാവരും യഹൂദ നാട്ടിൽ നിന്നുള്ള സകല ആളുകളും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ 70 കൊല്ലം കഴിഞ്ഞ് 605 തൊട്ട് കണക്കാക്കിയാൽ പിന്നെ 537 പേർഷ്യൻ രാജാവായ സൈറസ് യഹൂദർക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാമെന്ന കൽപ്പന ഇട്ടത്. അപ്പോൾ 70 കൊല്ലം ഇവർ ബാബിലോണിക്കാരുടെ കീഴിലും പേർഷ്യക്കാരുടെ കീഴിലുമായിരുന്നു കൽദായ നാട്ടിൽ. ബാബിലോണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാഖ്, കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൽദായരുടെ ഊറ്. ആ നാട്ടിലായിരുന്നു ഈ യഹൂദരിലെ ബഹുഭൂരിപക്ഷവും. അവിടെ വെച്ചാണ് അവർക്ക് ഹീബ്രു ഭാഷ നഷ്ടപ്പെടുന്നതും അരാമിയ ഭാഷ, സുറിയാനി ഭാഷ സ്വന്തമാകുന്നതും. അവർ തിരിച്ചു വരികയാണ് കർത്താവിൻ്റെ നേതൃത്വത്തിൽ. അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, മരുഭൂമിയിൽ വഴിയൊരുക്കുവിൻ, കർത്താവിന് പാത നേരെയാക്കുവിൻ. അത് കർത്താവ് ഇല്ലേ, പുതിയ പുറപ്പാട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, പുതിയ പുറപ്പാട് കർത്താവിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ തിരിച്ചു വരുന്നത്. അപ്പോൾ കർത്താവ് എപ്പോഴാണ് ബാബിലോണിക്ക് പോയത്? അതാണ് യെഹെസ്കേൽ പറയുന്നത്. ജനം മുഴുവൻ ഈ ബാബിലോണിക്കാരെ പിടിച്ചുകൊണ്ട് കൽദായ നാട്ടിലേക്ക് പോയപ്പോൾ കർത്താവ് ദേവാലയത്തിൽ നിന്നിറങ്ങി കിഴക്കോട്ട് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. യെഹെസ്കേലിന്റെ ഗ്രന്ഥം 8-ാമത്തെ അധ്യായം മുതൽ 11-ാം അധ്യായം വരെ എഴുതിയിരിക്കുകയാണ്. ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ തേജസ് ഇങ്ങനെ പടിപടിയായി ഇറങ്ങി ഉമ്മറത്ത് വന്നു. അതുകൊണ്ട് അവിടെ നിന്നും കിഴക്കോട്ട് പോയി, ഒലിവുമലയിലേക്ക് പോയി, അവിടുന്ന് കിഴക്കോട്ട് പോയി. അതായത് തൻ്റെ ജനം മുഴുവൻ കൽദായ നാട്ടിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവം ദേവാലയം വിട്ടിറങ്ങി ഇല്ലേ, എന്നിട്ട് ജനത്തിൻ്റെ കൂടെ കൽദായ നാട്ടിലേക്ക് പോയി. അവിടെ കൽദായരുടെ നാട്ടിൽ അവർ കൽദായരുടെ നാട്ടിൽ 70 കൊല്ലം ജനങ്ങളുടെ കൂടെ കർത്താവ് ജീവിച്ചു എന്നാണ്. എന്നിട്ട് കർത്താവിൻ്റെ നേതൃത്വത്തിലാണ് അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ കൽദായരുടെ ഊരിൽ വെച്ചിട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ നേതൃത്വം തിരിച്ചു വന്ന ഗണത്തെ പറയുന്ന പേരാണ് യാഹ്വേയുടെ ദരിദ്രര്. ആ യാഹ്വേയുടെ ദരിദ്രയിൽപ്പെട്ടവരാണ് സക്കറിയ, എലിസബത്ത്, സ്നാപയോഹന, ആട്ടിടയന്മാർ, മറിയം, ജോസഫ്. ഇവരൊക്കെ യാഹ്വേയുടെ ദരിദ്രയിൽപ്പെട്ടവരാണ്. നമ്മുടെ ആദ്യത്തെ സ്ലീഹന്മാരൊക്കെ അവരിൽപ്പെട്ടവരാണ്. അവരിൽ നിന്നാണ് ഈശോ മിശിഹ വരുന്നത്, മറിയത്തിൽ നിന്ന്. കൽദായ നാട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഇല്ലേ വിശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു വന്ന യാഹ്വേയുടെ ദരിദ്രര്, ആ ദരിദ്രയിൽപ്പെട്ട മറിയത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അപ്പോൾ കർത്താവ് ഈശോ മിശിഹ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അബ്രഹാമിൻ്റെ കുലത്തിൽപ്പെട്ടവനായതിനാൽ കൽദായ പുത്രനാണെന്ന് പറഞ്ഞില്ലേ, അതിനൊന്നുകൂടി അടിവരയിടുകയാണ് യെഹെസ്കേലിന്റെ ഗ്രന്ഥം. അപ്പോൾ ഈശോ മിശിഹ കൽദായ പുത്രനാണ്. വിമതര് കർത്താവിനെ അനുസരിക്കാത്തതിനും കർത്താവിൻ്റെ കുർബാന അവഹേളിക്കുന്നതിനും കാരണം അവർക്ക് ഈ കൽദായത്തോടുള്ള ദേഷ്യമാണ്. കൽദായ പുത്രനായ ഈശോ മിശിഹായോടുള്ള ദേഷ്യമാണ്. അപ്പോൾ ഞാൻ ബിബ്ലിക്കലായിട്ട് പറഞ്ഞു അല്ലേ, ദേശീയമായിട്ടും പറഞ്ഞു, ദേശവുമായിട്ട് ബന്ധപ്പെട്ട്, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ചരിത്രപരമായി നോക്കിയാലോ, അതിപുരാതനമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു ഈ കൽദായ ദേശം. ലോകത്ത് ആദ്യമായി സംസ്കാരം വളർന്ന 3 ദേശങ്ങളിലാണ് നൈൽ നദീതട സംസ്കാരമായ ഈജിപ്ഷ്യൻ സംസ്കാരം, ഇൻഡസ് നദി ഇല്ലേ, സിന്ധു നദീതട സംസ്കാരമായ ഭാരത സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം, പിന്നെ യൂഫ്രട്ടിസ് ടൈഗ്രീസ് നദിയുടെ തീരത്തുണ്ടായ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ആ മെസപ്പൊട്ടോമിയ ഇല്ലേ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കൽദായ. അപ്പോൾ ചരിത്രപരമായിട്ട് ഏറ്റവും ആദ്യത്തെ സംസ്കൃതികളുടെ ഒരു കേന്ദ്രമാണ് കൽദായ ദേശം. ഇനി ഭാഷാപരമായിട്ട് കൽദായം ഒരു ഭാഷയാണ്. ഈശോയും ശിഷ്യന്മാരും സംസാരിക്കുന്ന അരാമിയ ഭാഷയുടെ ഒരു ഭാഷാഭേദം, ഒരു ഡയലക്റ്റാണ് കൽദായ ഭാഷ. അരാമിയ ഭാഷയും സുറിയാനി ഭാഷയും കൽദായ ഭാഷയും ഒക്കെ ഒരേ ഭാഷയുടെ വിവിധ ഭാഷാഭേദങ്ങളാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് ഒക്കെ ഇല്ലേ സംസാരിക്കുന്ന ഭാഷ, അതിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എഴുത്തും വ്യത്യാസം വരും ഇല്ലേ. അങ്ങനെയുള്ള ഭാഷാഭേദം വരുമ്പോൾ എഴുത്തുകൾ വ്യത്യാസം. ചിലപ്പം കാസർഗോഡ് പറയുന്ന ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുക പോലും ഇല്ല. ഞാൻ തൃശ്ശൂർക്കാരനാണ്. തിരുവനന്തപുരത്ത് പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകില്ല. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ബാംഗ്ലൂർ പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു പയ്യനുണ്ടായിരുന്നു ഈ കമ്പ്യൂട്ടർ ചെയ്യാൻ. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം, മലയാളിയാണ്, തിരുവനന്തപുരത്തുള്ള ആളാണ്. പക്ഷെ അവൻ തിരുവനന്തപുരക്കാരൻ പറയുന്ന കാര്യം തൃശ്ശൂർക്കാരനെ മനസ്സിലാക്കാൻ, കോട്ടയംകാരനോ അല്ലെങ്കിൽ പാലക്കാടുകാരനോ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എഴുത്തും വ്യത്യാസമുണ്ട്, വാക്കുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഭാഷാഭേദം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്.
ഏതായാലും അരാമിയ ഭാഷയും സുറിയാനി ഭാഷയും കൽദായ ഭാഷയും ഒക്കെ ഒരേ ഭാഷയുടെ വിവിധ ഡയലക്റ്റുകളാണ്. പൗരത്വ സുറിയാനി, കൽദായ സുറിയാനി, കൽദായ ഭാഷ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പൗരത്വ സുറിയാനി ഭാഷയാണ് 2000 വർഷമായിട്ട് നസ്രാണികളുടെ ആരാധനക്രമ ഭാഷ. പൗരത്വ സുറിയാനി ഭാഷ, കൽദായ സുറിയാനി, കൽദായ ഭാഷ എന്നീ പേരിൽ അറിയപ്പെടുന്ന പൗരത്വ സുറിയാനി ഭാഷയാണ് 2000 വർഷമായിട്ട് നമ്മുടെ ആരാധനക്രമ ഭാഷ. അരാമിയ സംസാരിക്കുന്ന തോമാസ് ലീഗിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഭാഷ ലഭിക്കുന്നത്. സീറോ മലബാർ സഭയിലെ സീറോ എന്ന് പറയുന്നത് സുറിയാനിയാണ്. ഈ സീറോ എന്ന് പറയുന്നതും നമുക്ക് മലയാളികൾക്ക് തിരിച്ചറിവില്ലല്ലോ. ഈ എസും സിയും ഇസഡും ഒക്കെ നമ്മൾ ഒരുപോലെ ഉച്ചരിക്കുക. സീറോ 0 അത് ഇസഡ് ആണ്. ഇത് സീറോ എസ് ആണ്. സിറിയക്ക് സുറിയാനി എന്നർത്ഥം. സുറിയാനി എന്ന വാക്കിന്റെയാണ് സീറോ. സീറോ മലബാർ സഭയിലെ സീറോ എന്നത് സുറിയാനി അഥവാ കൽദായ ഭാഷയാണ്. അപ്പോ റോമൻ സഭ ലത്തിൻ ഭാഷ ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ലത്തിൻ സഭ എന്ന് പറയണേ. നമ്മൾ ഉപയോഗിക്കുന്ന സുറിയാനി ഭാഷ എന്നിട്ട് സുറിയാനി നസ്രാണികൾ എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ സുറിയാനി കത്തോലിക്കർ, അല്ലെങ്കിൽ സുറിയാനി സഭ എന്ന് പറയണം, അല്ലെങ്കിൽ കൽദായ സഭ എന്ന് പറയണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കൽദായ ഭാഷയാണ്, സുറിയാനി ഭാഷയാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം സുറിയാനി വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സപ്ര, ലലിയ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും ഒരുപാട് വാക്കുകൾ നമ്മൾ സുറിയാനി വാക്കുകൾ ഉപയോഗിക്കുന്നു. സുറിയാനി പാട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പൊ അറിയാം. കന്തിശാല ഒക്കെ നമ്മുടെ ആളുകൾക്ക് അറിയില്ലേ? ആരാധനക്രമവും പൗരത്വ സുറിയാനി ഭാഷ, ആരാധനക്രമം, പൗരത്വ സുറിയാനി ഭാഷ, ഇതൊക്കെ നമുക്ക് ഈശോ മിശിഹായിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് നമുക്ക് പറയാനായിട്ടുള്ള സാധ്യത കൂടി അതിൻ്റെ ഒരു കാരണം കൂടി ഞാൻ പറയാം. ഈശോ മിശിഹ 12 സ്ലീഹന്മാര്, ഓരോ അപ്പസ്തലന്റെ കീഴിലും 6 വീതം ശിഷ്യന്മാര്, അങ്ങനെ 72 പേര്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ 72 പേര്. ഈ തോമസ് ലീഗയുടെ 12 സ്ലീഹന്മാരിൽ ഒരാൾ തോമസ് ലീഗ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 6 പേരിൽ ഒരാളായിരുന്നു അദ്ദായി. അദ്ദായിയുടെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു അഗ്ഗായി. നമ്മൾ അഗ്ഗായി എന്ന് പറയില്ലേ ഹീബ്രുവില്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു മാറി. ഈ പൗരസ്ത്യ ആരാധനക്രമവും പൗരസ്ത്യ സുറിയാനി ആരാധനക്രമവും എന്ന് പറഞ്ഞാൽ ഈ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം, അത് ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന അനാഫ്ര, അത് തയ്യാറാക്കിയത് ഇങ്ങനെയുള്ള ഈ ശ്ലൈഹിക പിന്തുടർച്ചയിലാണ്. ഈശോ മിശിഹ, തോമസ് ലീഗയുടെ കീഴിൽ 6 സ്ലീഹന്മാരിൽ ഒരാൾ അദ്ദായി, അദ്ദേഹത്തിന് ശിഷ്യൻ അഗ്ഗായി, അദ്ദേഹത്തിന് ശിഷ്യൻ മാറി. അപ്പോൾ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലാണ് ഈ നമ്മുടെ ആരാധനക്രമം അനാഫറ അറിയപ്പെടുന്നത്. ഇതിനെയാണ് ഈ കൽദായ ആചാരക്രമം എന്ന് പറയുന്നത്, പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിന് അസീറിയൻ ആരാധനക്രമം, എദേസിയൻ ആരാധനക്രമം, പേർഷ്യൻ ആരാധനക്രമം, സെലൂക്കിയൻ ആരാധനക്രമം, ചിലപ്പോൾ നെസ്റ്റോറിയൻ ആരാധനക്രമം എന്നൊക്കെ പറയും. നെസ്റ്റോറിയസ് എന്ന് പറയുമ്പോഴേക്കും നെസ്റ്റോറിയൻ പാഠാണ്ടത്തിലേക്ക് പോകരുത്. ഓരോ വാക്കിനും നെസ്റ്റോറിയസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, നെസ്റ്റോറിയൻ പാഠാണ്ടം എന്ന് പറഞ്ഞ് വേറെ ഒന്നുണ്ട്, നെസ്റ്റോറിയസിന്റെ അനാഫർ എന്ന് പറയുന്ന വേറെ സംഗതിയുണ്ട്. എല്ലാ വാക്കുകൾക്കും വേറെ വേറെ അർത്ഥമുണ്ട്. ഒന്ന് കേൾക്കുമ്പോൾ മറ്റതായിട്ട് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ചുരുക്കത്തിൽ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. ഈശോ മിശിഹ, തോമസ് ലീഗ, അഗ്ഗായി മാറി എന്നൊരു പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രാചീനമായ, കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പ്രാചീനമായ അനാഫറയാണ് നമ്മൾ ഉപയോഗിക്കുന്ന അനാഫറ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭ സുറിയാനി സഭ അല്ലെങ്കിൽ കൽദായ സഭ എന്ന് തന്നെയാണ് അറിയപ്പെടേണ്ടത്. അബ്രഹാമിന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും നാട്ടില് മിശിഹായുടെ സുവിശേഷം സ്വീകരിച്ച് വളർന്നു വന്ന സഭാ പാരമ്പര്യമാണ് കൽദായ സഭ. അബ്രഹാമിന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും നാട്ടില് മിശിഹായുടെ സുവിശേഷം സ്വീകരിച്ച് വളർന്നു വന്ന സഭാ പാരമ്പര്യമാണ് കൽദായ സഭ. യഹൂദ പാരമ്പര്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ സഭ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ വളർന്നു വന്ന ഏക സഭാ പാരമ്പര്യമാണ്. മറ്റു സഭകളിലെല്ലാം യവന റോമ വിജാതി ആചാരങ്ങളും യവന ചിന്താധാരയും സ്വാധീനം ചെലുത്തിയപ്പോൾ ബൈബിളിന്റെ സംസ്കൃതിയോടും ബൈബിൾ ചിന്താധാരയോടും ഏറ്റവും ചേർന്ന സഭാ പാരമ്പര്യമാണ് കൽദായ സഭാ പാരമ്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കൽദായ സഭ പാരമ്പര്യമുള്ള
നമ്മൾ സുറിയാനിക്കാര് ഈ കൽദായ സഭയുമായിട്ട് നിസിബിസിലെ എദേസയിലെ കൽദായ സഭയുമായിട്ട് സഹോദര ബന്ധം നിലനിർത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ആവർത്തിക്കുക. ലത്തീൻ ആരാധനാ ഭാഷയായ റോമൻ സഭയെ ലത്തീൻ സഭയെന്നും ഗ്രീക്ക് ആരാധന ഭാഷയായിട്ടുള്ള സഭകളെ ഗ്രീക്ക് സഭകളെന്ന് വിളിക്കുന്നത് പോലെ നമ്മുടെ നസ്രാണി സഭയെ സുറിയാനി സഭ എന്നോ കൽദായ സഭ എന്നോ തന്നെയാണ് വിളിക്കേണ്ടത്. നമ്മുടെ ആരാധനക്രമ ഭാഷ സുറിയാനി ഭാഷയാണ്, അല്ലെങ്കിൽ കൽദായ ഭാഷ ആയതുകൊണ്ട്. കത്തോലിക്ക സഭയിലെ വ്യക്തി സഭകളെ പാശ്ചാത്യ സഭയെന്നും പൗരത്വ സഭകളെന്നും രണ്ടായി വേർതിരിക്കുന്നുണ്ട്. റോമൻ സഭ മാത്രമാണ് പാശ്ചാത്യ സഭയിലുള്ളത്. പൗരത്വ വ്യക്തിസഭകൾ 23 എണ്ണമുണ്ട്. കത്തോലിക്ക സഭയിലെ പൗരത്വ സഭകൾ അംഗീകരിക്കുന്നത് പൗരത്വ സഭകളായി അംഗീകരിക്കുന്നത് അലക്സാണ്ട്രിയൻ, അന്തിയോക്യൻ, അർമേനിയൻ, കൽദായ, ബൈസന്റൈൻ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങനെയാണ്. അപ്പോൾ 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളാണുള്ളത്. പൗരത്വ സഭകൾ നിയമസഭയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാനൻ 28. ഇങ്ങനെ 24 സഭകൾ ഉണ്ടെങ്കിലും 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളേ ഉള്ളൂ. റോമൻ, അലക്സാണ്ട്രിയൻ, അന്തിയോക്യൻ, അർമേനിയൻ, കാൽഡിയൻ, കൽദായ, ബൈസന്റൈൻ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളും 24 സഭകളും. കത്തോലിക്ക സഭയുടെ സഭാ ദർശനത്തില് സഭകളുടെ പാരമ്പര്യങ്ങൾ തലമുറകളായി ഈശോമിശിഹായിൽ നിന്നും സ്നേഹന്മാരിൽ നിന്നും കൈമാറി വരുന്നതാണ്. ഞാനതാണ് അത് ആവർത്തിച്ച് പറഞ്ഞത്. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളയ്ക്കുന്ന പെന്തക്കോസ്തുകാര്, ദൈവസഭക്കാര്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, യഹോവ സാക്ഷികള്, പ്രൊട്ടസ്റ്റന്റുകാര്, അത് കത്തോലിക്ക സഭയ്ക്ക് ചേരില്ല. കാരണം എന്താണ്? ഒരാളുടെ തോന്നലിൽ നിന്നാണ് സഭ ഉണ്ടാകുന്നത്, ഈശോമിശിഹായിൽ നിന്നല്ല. ഒരാൾക്ക് തോന്നലുണ്ടാകുകയാണ്. ഒരു വചനം എനിക്കാണ് ആദ്യമായിട്ട് മനസ്സിലായതെന്ന് തോന്നുകയാണ് ഒരുത്തന്. അപ്പോൾ അതുവരെ കത്തോലിക്ക സഭ ചെയ്ത് തെറ്റാണെന്ന് തോന്നുകയും അവന്റെ ചിന്ത ശരിയാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അവനോട് കൂടിയുള്ള കുറെ ആളുകൾ കൂടെ ചേരുന്നു. അത് സഭയല്ല. ഈ ശ്ലൈഹിക കൗതാശ പിന്തുടർച്ചയില്ലാത്ത ഒന്നും തന്നെ സഭകളല്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളയ്ക്കുന്ന കൂണെന്ന് പറയില്ലേ, അതാണ്. അവയൊന്നും വ്യക്തിസഭകളായിട്ടും സ്വയാധികാര സഭകളായിട്ടും കത്തോലിക്ക സഭ അംഗീകരിക്കില്ല. കൽദായ പാരമ്പര്യം എന്നാൽ ബൈബിളിനോടും രക്ഷാചരിത്രത്തോടും ബന്ധമുള്ള പാരമ്പര്യം എന്നാണ് അർത്ഥം. കൽദായം എന്നാൽ വിജാതിവൽക്കരിക്കപ്പെടാത്ത, ഇടമുറിയാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥ സംസ്കൃതിയാണ് എന്നാണ് അർത്ഥം. ലളിതമായി പറഞ്ഞാല് നമുക്ക് കൽദായം എന്നാൽ ജീവൻ പോലും കൊടുത്ത് നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച വിശ്വാസ പൈതൃകമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മുമ്പിലേക്ക് പോവുകയാണ്. ക്രിസ്തുവർഷം 300 സ്ഥാപിതമായ നിസിബിസ് അതിരൂപത പൗരത്വ സുറിയാനി ക്രിസ്ത്യൻ പാരമ്പര്യത്തിന് അടിസ്ഥാന കേന്ദ്രമാണ്. ആത്മീയവും രാഷ്ട്രീയവും ബൗദ്ധികവുമായ കേന്ദ്രമെന്ന നിലയിൽ പൗരത്വ സഭകളിൽ ഏറ്റവും സ്വാധീനമുള്ള സഭാപ്രവചകളിൽ ഒന്നായി നിസിബിസ് മാറിയിരുന്നു. ധാരാളം വിശുദ്ധരായ പരിണത പ്രജ്ഞർ എവിടെ നിന്നുണ്ടായി. റോമായും പേർഷ്യയും തമ്മിലുള്ള പ്രധാന വ്യാപാര പാതയുടെ അടുത്ത് കിടക്കുന്ന നിസിബിസ് സ്വാഭാവികമായും തന്ത്രപരമായ സ്ഥലമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്, ദൈവശാസ്ത്ര പഠനത്തിന്റെയും സംഭാവനകളെയും കലവറയാണ്. ഇതുപോലൊരു കലാലയം റോമായിൽ സ്ഥാപിക്കണമെന്ന് അഗപ്പറ്റസ് മാർപ്പാപ്പയ്ക്ക് 6-ാം നൂറ്റാണ്ടിൽ മോഹമുണ്ടായി. അഗപ്പറ്റസ് മാർപ്പാപ്പ ഭരിച്ചിരുന്നത് 535-36 കാലയളവ് 2 വർഷമാണ്. അതായത് നിസിബിസിലെ കലാലയം പോലെ ഒന്ന് റോമായിൽ സ്ഥാപിക്കണമെന്ന്. അത്ര പ്രശസ്തമായിരുന്നു നിസിബിസ് കലാലയം. ഈ കലാലയത്തിലെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും കവിയുമായിരുന്നു നർസായി എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചു. മധ്യകാലയളവിന്റെ അവസാന പാദത്തില് മംഗോളിയൻ അധിനിവേശങ്ങൾ, പിന്നെ പേർഷ്യൻ ഇസ്ലാമിക് യുദ്ധങ്ങൾ, അതിർത്തികളുടെ മാറ്റം, അങ്ങനെ നിസിബിസിന്റെ സ്വാധീനത്തിന് ഇടിവ് തട്ടി. 1610 കിഴക്കൻ സുറിയാനി പാത്രിയാർക്കായിട്ട് പിരിച്ചുവിട്ടു. കൽദാരുടെ നിസിബിസ് സ്ഥാനീയ അതിമെത്രാസനം എന്ന രീതിയിൽ അത് പിന്നെ വീണ്ടെടുത്തത് 19 നൂറ്റാണ്ടിലാണ്. എന്നിട്ടും 1927 അത് നിരോധിക്കപ്പെട്ടു. പിന്നെ വീണ്ടും പുനഃസ്ഥാപിച്ചത് 1970 അതിൻ്റെ സ്ഥാനീയ മെത്രാനായിട്ടാണ് കൂവക്കാട് കർദിനാള് കർദിനാളിനെ അതിൻ്റെ സ്ഥാനിക മെത്രാപ്പൊലിത്തയായിട്ട് നിയമിച്ചിരിക്കുകയാണ് അതിരൂപതയുടെ, നിസിബിസ് അതിരൂപതയുടെ. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. 325 നിക്ക സൂനോദോസ്. നിസിബിസിലെ യാക്കോബ് ഈ സൂനോദോസ് പങ്കെടുത്ത് ആര്യൻ പാഷാണ്ടയ്ക്ക് എതിരെ ശക്തമായി വാദിച്ച ആളാണ്. 325 2025 അടുത്ത കൊല്ലം.
അതായത് കൃത്യം 1700 വാർഷികമാണ് നിക്ക സുഗനോദോസിന്റെ അടുത്ത കൊല്ലം. 325 നിക്ക സുഗനോദോസിന്റെ 1700 വാർഷികമാണ് 2025. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോഴത്തെ പാത്രിയാർക്കീസ്, ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് വളരെ നല്ല അടുപ്പമുള്ള ബന്ധമാണ്. അപ്പോൾ അവര് ഈ ജൂബിലി സംയുക്തമായി ആഘോഷിക്കണമെന്ന് താല്പര്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലം, തീയതി, മറ്റു കാര്യങ്ങളൊക്കെ അവർ നിശ്ചയിക്കും. അപ്പോൾ നിക്യ സുഗനോദോസ് അതും തുർക്കിയിലാണ്, നിസിബിസ് അതും തുർക്കിയിലാണ്. ഈ നിസിബിസിലെ മെത്രാപ്പോലിത്ത നിസിബിസിലെ യാക്കോബ്, അദ്ദേഹം നിസിബിസിൽ കലാലയം സ്ഥാപിച്ചത്, അതിരൂപതയെ ഇതുപോലെ ആക്കിയത്, ബദ്രാസ ദേവാലയം പണിതത്, ഇപ്പം എല്ലാം ക്ഷയിച്ചു പോയിട്ടുണ്ട് പലതൊക്കെ, അതേക്കുറിച്ച് ഞാൻ പറയാനിരിക്കുന്നു. അപ്പോൾ ആ നിക്യ സുഗനോദോസ് പങ്കെടുത്ത നിസിബിസിലെ യാക്കോബ് നിക്യ സുഗനോദോസിന്റെ 1700 വാർഷികം വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൂവക്കാട് കർദിനാളിനെ ഈ നിസിബിസിന്റെ മെത്രാപ്പൊലിത്തെ നിയമിച്ചത് നമ്മൾ കാണേണ്ടത്. മനുഷ്യ ചരിത്രത്തിന്റെ വീക്ഷണകോണി നോക്കിയാൽ നമ്മൾ ക്രിസ്ത്യാനികൾ പല സ്ഥലത്തും തുറച്ചു നീക്കപ്പെട്ടു. പാലസ്തീനയിലെ തന്നെ, കർത്താവിന്റെ ജന്മനാട്ടിൽ തന്നെ നമ്മൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെയൊക്കെ പൗലോസ് ലീഗ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിച്ച സ്ഥലങ്ങളിൽ, ഏഷ്യ മൈനറിലും അതുപോലെ തന്നെ പല സ്ഥലത്തും ക്രിസ്ത്യാനികളെ അവർ കൊന്ന് കുഴിച്ചു മൂടി വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ അവിടേക്ക് ഉള്ളൂ. എന്നാൽ ദൈവിക പരിപ്രേക്ഷ്യത്തിൽ നോക്കിയാലോ ഈ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിപാലന കാണാം. AD 70 ടൈറ്റസ് യെറൂസലം നഗരത്തിന് റോമ ജനറൽ പട്ടാള മേധാവിയായിരുന്ന ടൈറ്റസ് യെറൂസലം ദേവാലയം കത്തിച്ചു, നഗരം മുഴുവൻ ചുട്ടരിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാരെ മുഴുവൻ ഓടിപ്പോയി. AD 70. ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ 1947 അവർ തിരിച്ചു വരുമെന്നും, ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമെന്നും, 48 ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുമെന്നും? ഇപ്പം നമുക്ക് അറിയാലോ ഇസ്രായേൽ എന്തൊക്കെ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നോക്കിയേ. ഈ കഴിഞ്ഞ ദിവസം ഒരു മുസൽമാൻ പറഞ്ഞതാണ്, ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. എന്തിനെന്നറിയോ? ഞങ്ങളുടെ മതത്തിലെ തീവ്രവാദികളായിട്ട് കൊലയുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ എന്ന് ഇറാഖിലെ ഒരു മുസൽമാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയണേ. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ തീവ്രവാദികളായിട്ട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ പേരുണ്ട്, അതുപോലെ യഹൂദന്മാരെ കൊന്നെടുക്കാൻ വേണ്ടി നടക്കുന്നവർ, അവരെയൊക്കെ ഇല്ലാതാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഉപകരണമാണ് ഇസ്രായേൽ എന്നാണ് മുസ്ലിംസിലെ ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ 70 പാടെ ചിതറിക്കപ്പെട്ട് വിജയ നാട്ടിൽ നിന്നും ഒരാൾ പോലും ഇല്ലാതെ പോയി 1947 കർത്താവ് അവർ തിരിച്ചു കൊണ്ടുവരികയാണ്. 1948 അവർ രാജ്യം സ്ഥാപിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം എന്തൊക്കെ ചെയ്യുന്നുവെന്ന്. അപ്പം നമ്മൾ ഈ ഒരു എത്ര വർഷം, ഏതാണ്ട് ഒരു 1900 വർഷത്തെ ഗ്യാപ്പാണ്. അപ്പം നമ്മൾ ഈ നമ്മുടെ ജീവചരിത്രം, നമ്മുടെ ജീവിക്കുന്ന കാലയളവ് മാത്രം നോക്കിയിട്ട് ചരിത്രത്തെ വിധിച്ചാൽ നമുക്ക് തെറ്റുപറ്റും. അപ്പം ദൈവത്തിൻ്റെ പക്ഷത്ത് നോക്കിയാൽ അത് കാണാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കൂവക്കാട് കർദിനാളിനെ ഈ നിസിബസിനെ സ്ഥാനീയ മെത്രാനായി നിയമിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. ചരിത്രത്തെ ദൈവത്തിൻ്റെ വിഷയം നോക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. സഭാത്മകമായി നോക്കിയാലും അതിന് സ്ഥാനമുണ്ട്. കാരണം എന്താണ്? സഭ, കത്തോലിക്ക സഭ, ക്രിസ്ത്യാനികൾ യുദ്ധത്തിന് പോകുന്നവരല്ല, അക്രമത്തിന് പോകുന്നവരല്ല. അവരെ ആക്രമിക്കുമ്പോൾ അവർ പ്രതിരോധിച്ചിട്ടുണ്ട്, അല്ലാതെ അക്രമത്തിന് പോകുന്നവരല്ല. പക്ഷേ എന്ന് വിചാരിച്ച് സഭയ്ക്ക് അവകാശമുള്ള ഒരു സ്ഥലവും അതിൻ്റെ അവകാശം അത് ഉപേക്ഷിച്ചിട്ടില്ല. കത്തോലിക്ക സഭ ഒരു അവകാശം അല്ലേ, അതിന് അവകാശമുള്ള ഒരു സ്ഥലത്തെ കുറിച്ചുള്ള അവകാശവാദവും ഉപേക്ഷിച്ചിട്ടില്ല. അക്രമത്തിലൂടെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, യുദ്ധം ചെയ്ത് തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവം കൽപ്പിച്ച് നൽകിയതും ഈശോ മിശിഹ സഞ്ചരിച്ചതും ഈശോ മിശിഹ സ്ലീഹന്മാരെ അയച്ച് രൂപപ്പെടുത്തിയതുമായ ഒരു സ്ഥലത്തിന്റെ മേലുള്ള അവകാശവും സഭ ഉപേക്ഷിച്ചിട്ടില്ല. സ്ഥാനിക മെത്രാപ്പോലിത്തയായിട്ട് നിയമിക്കുമ്പോഴും സഭ ഒരു സന്ദേശം നൽകുന്നുണ്ട്. നിസിബിസ് അത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ആളുകളെയൊക്കെ നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു എന്ന് വിചാരിച്ച് അത് ഞങ്ങളുടെ സ്ഥലം അല്ലാതാകുന്നില്ല. ഈ കൂവക്കാട് പിതാവ് വത്തിക്കാൻ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ ഒരു ഒറ്റ വാചകം ഞാൻ പറയുകയാണ്. ഞാൻ സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു വൈദികനാണ്. ഞങ്ങളുടെ സഭയിൽ വിശ്വാസത്തെ പൈതൃക സ്വത്തായിട്ടാണ് കരുതുന്നത്. കുടുംബത്തിന് നിധി അല്ലേ,
അപ്പൻ മക്കൾക്ക്, അമ്മ മക്കൾക്ക് പൈതൃകമായി കൊടുക്കുന്ന സമ്പത്ത് വിശ്വാസമാണ്. സീറോ മലബാർ സഭയിൽ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന സമ്പത്ത് വിശ്വാസമാണ്. കുടുംബനിധി, ഫാമിലി ട്രഷർ എന്ന അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. പൈതൃക സ്വത്ത് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്. വിശ്വാസം പൈതൃകമായിട്ട് പകർന്നു നൽകപ്പെടുന്ന വലിയ നിധിയാണ്. അങ്ങനെയുള്ള സഭയിൽ അംഗമാണ് ഞാൻ. നമ്മുടെ പൈതൃക സ്വത്ത് അപ്പനിൽ നിന്ന് കിട്ടിയത്, അമ്മയിൽ നിന്ന് കിട്ടിയത്, ആ പൈതൃക സ്വത്തിനോട് നമുക്കൊരു വൈകാരിക അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? ഉണ്ടാകും. അത് വിറ്റ് തുലയ്ക്കാൻ നമുക്കൊരു മടി ഉണ്ടാകും. അപ്പോ നമുക്ക് കിട്ടിയ പൈതൃക സ്വത്ത്, അതുമായിട്ട് കൽദായ സഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിസിബിസ്. പൈതൃക സ്വത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് അത് വിട്ടുകളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കത്തോലിക്ക സഭ ലോകത്തോട് മുഴുവൻ പറയുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് മാർപ്പാപ്പയുടെ ഈ നിയമനം. മാർപ്പാപ്പ സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരാളെ, ഒരു വൈദികനെ നേരെ അങ്ങ് കർദിനാളായിട്ട് ഉയർത്തി അദ്ദേഹത്തെ കൽദായരുടെ നിസിബിസിന്റെ മെത്രാപ്പൊലീത്ത നിയമിക്കുമ്പോൾ ഈ പൈതൃക സ്വത്ത്, വിശ്വാസം എന്ന പൈതൃക സ്വത്ത്, പാരമ്പര്യമെന്ന വിശുദ്ധ പാരമ്പര്യം എന്ന പൈതൃക സ്വത്ത്, കുടുംബനിധി എന്ന ആ സ്വത്ത്, അത് ഞങ്ങൾ വിലമതിക്കുന്നുവെന്നും ഒരു കാരണവശാലും വിട്ടുകളയാൻ തയ്യാറല്ലെന്നും ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം ഞങ്ങൾക്ക് അതെല്ലാം തിരിച്ചു തരും. ആ തിരിച്ചു തരുന്നത് ഈ ഭൂമി പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല, മറിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ കൽദായ സുറിയാനി പാരമ്പര്യത്തിൽ വളർന്ന് ലോകത്തോട് മുഴുവൻ ഈ ദൈവത്തിന്റെ സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് നൽകപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥാനവും. ആ തരത്തിൽ ഇതിനെ ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ആരാധനക്രമമായിട്ടും കാണുമ്പോൾ ചെറിയൊരു സംഗതി അല്ല ഈ നിയമനമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രമല്ല, സീറോ മലബാർ സഭ എന്ന് പറയുന്ന സഭയും കൽദായ സഭ എന്ന് പറയുന്ന നിസിബിസിലെ സഭയും, അതും രണ്ടും ഒരു പിതാവിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് സന്തതി പരമ്പരകളാണ്, സഹോദര ബന്ധങ്ങളാണ് എന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് മാർപ്പാപ്പ. നമുക്ക് അഭിമാനത്തിന്റെ നിമിഷമാണ്. അതേസമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്, ഒരുപാട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, നമ്മൾ ഇതേക്കുറിച്ച് അവബോധം ഉണ്ടാകേണ്ട സമയമാണ്. അതെല്ലാം ഉണ്ടാകാൻ ഈ വീഡിയോ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂവക്കാട്ട് പിതാവിന് എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.